നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം ഗോദാവരി. 100-ൽ കൂടുതൽ തവണ PSC ചോദിച്ച ചോദ്യം. കഴിഞ്ഞ എക്സാമിനും PSC ചോദിച്ചിരുന്നു. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഇപ്പോഴും പല സുഹൃത്തുക്കൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ചോദ്യമാണ്. നമുക്കതങ്ങ് ഈസി ആയിട്ട് പഠിച്ചു കളയാം. ഇവിടെ ഞാൻ ഇന്ത്യൻ ഉപദ്വീപീയ നദികളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവന്റെ നീളത്തിനനുസരിച്ചാണ്. അതായത് നീളം കൂടുതലിൽ നിന്നും നീളം കുറഞ്ഞു വരുന്ന നദികൾ എന്നുള്ള കണക്കിലാണ് ഞാൻ ഇവനിവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നത്? നീളം കൂടിയ നദിയിൽ നിന്നും നീളം കുറഞ്ഞ നദിയിലേക്കാണ് ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു ഭാഗം പഠിച്ചു വെച്ചിരുന്നാല് ഉപദ്വീപീയ നദികളിൽ രണ്ടാമത് നീളം കൂടിയ നദി ചോദിച്ചാലും, ഏറ്റവും ചെറിയ ഉപദ്വീപീയ നദി എന്ന് ചോദിച്ചാലും, ഏറ്റവും വലിയ ഉപദ്വീപീയ നദി എന്ന് ചോദിച്ചാലും എല്ലാം സുഹൃത്തുക്കൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ നമുക്കൊന്ന് നോക്കാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഉപദ്വീപ നദികൾ ഏതൊക്കെയാണെന്ന്. ഗോദാവരി, കൃഷ്ണ, നർമ്മദ, മഹാനദി, കാവേരി, താപ്തി. നമ്മുടെ PSC ചോദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? ഗോദാവരി, കൃഷ്ണ, നർമ്മദ, മഹാനദി, കാവേരി, താപ്തി. PSC വേറൊരു രീതിയിലുള്ള ട്രെൻഡിങ് ചോദ്യം ഇപ്പൊ ചോദിക്കുന്നുണ്ട്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഉപദ്വീപീയ നദിയുടെ ഭാഗം അല്ലാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോ ഇന്ത്യയിലെ ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ PSC ചോദിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? ഗോദാവരി, കൃഷ്ണ, നർമ്മദ, മഹാനദി, കാവേരി, താപ്തി. ഇനി ഇത് എത്ര പഠിച്ചാലും തലയിൽ ഇരിക്കില്ല. ഇത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. ഗോദാവരിയാണോ കൃഷ്ണയാണോ? മിക്കുള്ള ഒരു ആൻസർ കൊടുക്കുന്ന നർമ്മദയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപദ്വീപ് ഏറ്റവും നീളം കൂടിയ ഉപദ്വീപ നദി എന്ന് പറഞ്ഞിട്ട് നർമ്മദയൊക്കെ ഉത്തരം കൊടുക്കുന്നുണ്ട്. അതൊക്കെ തെറ്റാണ് കേട്ടോ. ഉപദ്വീപ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ആരാണ്? ഗോദാവരിയാണ്. ആരാണ്? ഗോദാവരിയാണ്. ഈ കോഡ് അങ്ങ് പഠിച്ചാൽ മതി സുഹൃത്തുക്കൾ. ഇനി മറക്കൂല കേട്ടോ. ഒരിക്കലും നിങ്ങൾ മറക്കില്ല. ഒരു 5 തവണ ഈ കോഡ് റിപ്പീറ്റ് ആയിട്ട് എഴുതി അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലത്. കോഡ് ഇത്രയേ ഉള്ളൂ. കാണാതെ പോയ GK നർമ്മം M കാവേരി തപ്പിയെടുത്തു. മറക്കില്ലല്ലോ സുഹൃത്തുക്കളെ. കാണാതെ പോയ GK നർമ്മം M കാവേരി തപ്പിയെടുത്തു എന്നങ്ങ് പഠിച്ചു വെക്കുക. ഒന്നുകൂടി പറയുവാണെ കോഡ്. കാണാതെ പോയ GK നർമ്മം M കാവേരി തപ്പിയെടുത്തു. ഇതിൽ G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോദാവരി നദി, K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണ നദി, നർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നർമ്മദാ നദി, M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാനദി, കാവേരി നദി തന്നെയാണ്. തപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് താപ്തി നദി. മറക്കില്ലല്ലോ സുഹൃത്തുക്കളെ. സുഹൃത്തുക്കൾ വ്യക്തമായി ഈ ഭാഗം പഠിക്കുക. 1 മാർക്ക് ഷുവർ ആയിട്ട് ഈ ഭാഗത്ത് നിന്ന് സുഹൃത്തുക്കൾക്ക് ലഭിക്കും. യാതൊരു കൺഫ്യൂഷനും വേണ്ട. എന്നാലും നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കുക. 1 മാർക്ക് ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് PSC പഠിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയും കൃത്യമായി പഠിച്ചു തീർക്കേണ്ട ഭാഗമാണ്. കാരണം ഇനി പറയാൻ പോകുന്ന എല്ലാ പോയിന്റും 100-ൽ കൂടുതൽ തവണ PSC ആവർത്തിച്ച ചോദ്യമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മേഖലയാണ് പറയുന്നത്. ഇവയിൽ പറയുന്ന എല്ലാ പോയിന്റ്സും 100-ൽ കൂടുതൽ തവണ PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം പഠിക്കാം. യോഗക്ഷേമ സഭ രൂപീകരിച്ചത് VD ഭട്ടതിരിപ്പാടാണ്. ആരാണ്? VT ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ രൂപീകരിച്ചത്. ഒത്തിരി തവണ PSC ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി സുഹൃത്തുക്കൾക്ക് തെറ്റിയ പോയിന്റ് ആണ്. സുഹൃത്തുക്കളെ, ഇതിന്റെ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം അങ്ങ് പഠിച്ചു കളയാം. ഒരു യോഗം കൂടുമ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? നമ്മള് നിലവിളക്കിനകത്ത് തിരിയിട്ട് കത്തിക്കും അല്ലേ? എന്നിട്ടല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു യോഗം ആരംഭിക്കുന്നത്. ഏതൊരു യോഗം ആരംഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ വിളക്കിൽ തിരിയിട്ട് ആ തിരി കത്തിച്ചതിന് ശേഷമായിരിക്കും യോഗം ആരംഭിക്കുന്നത്. അപ്പോ യോഗക്ഷേമ സഭ രൂപീകരിച്ച വ്യക്തി ആരാണ്? VT തിരിപ്പാട്. അപ്പൊ തിരിയിട്ട് കത്തിച്ചിട്ടാണ് യോഗക്ഷേമ സഭ ആരംഭിച്ചതെന്ന് ഓർത്ത് വെച്ചിരിക്കുക. യോഗക്ഷേമ സഭ രൂപീകരിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാട്. ഇനി മറക്കൂലല്ലോ സുഹൃത്തുക്കളെ. യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? വിളക്കിനകത്ത് തിരിയിട്ട് കത്തിക്കണം. അപ്പൊ യോഗക്ഷേമ സഭ ആരംഭിച്ചത് VT ഭട്ടതിരിപ്പാട്. മറക്കരുത്. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികള്. സമത്വ സമാജം ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജത്തിന്റെ രൂപീകരണം ആരെന്ന് ചോദിച്ചാല് വൈകുണ്ഠ സ്വാമികള്. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മഹാസഭ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. അതിൽ തന്നെ ഉണ്ട് ആള്. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. കണ്ടോ? 2 ആനന്ദന്മാര് കിടക്കുന്നുണ്ടോ അതിനിടയ്ക്ക്? ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പൊ ബ്രഹ്മാനന്ദ ശിവയോഗി എന്ത് ചെയ്തു? പുള്ളിക്കാരന്റെ പേരിന്റെ കുറച്ചെടുത്ത് എന്ത് ചെയ്തു? ഒരു സഭ അങ്ങ് ആരംഭിച്ചു.
ആനന്ദ മഹാസഭ. അപ്പോ ആനന്ദ മഹാസഭ ആരംഭിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി എന്നങ്ങ് പഠിച്ചു വെക്കുക. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം ആരാണ് സുഹൃത്തുക്കളെ? വാഗ്ഭടാനന്ദൻ. നമ്മുടെ ആത്മാവിൽ നിന്നല്ലേ സുഹൃത്തുക്കളെ വാക്ക് പുറത്തു വരുന്നത്? നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്നുമാണ് വാക്ക് പുറത്തു വരുന്നത് എന്നങ്ങ് പഠിക്കുക. അപ്പോ ആത്മവിദ്യാസംഘം രൂപീകരിച്ച വ്യക്തി ആരാണ്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം രൂപീകരിച്ച വ്യക്തി ആരാണ്? വാഗ്ഭടാനന്ദൻ. അപ്പോ ആത്മാവിൽ നിന്നാണ് വാക്ക് വരുന്നത് എന്നങ്ങ് പഠിച്ചു വെക്കുക. ആത്മവിദ്യാസംഘം രൂപീകരിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. അരയില് കറുപ്പാണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. അരയിൽ എന്താണ്? കറുപ്പാണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. അരയ സമാജം രൂപീകരിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ. നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു പോർഷൻ പഠിച്ചെടുക്കുക എന്ന് മാത്രം സുഹൃത്തുക്കൾ വിചാരിക്കുക. അരയ സമാജം രൂപീകരിച്ചത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. സാധുവായ അയ്യൻ എന്നങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളിയാണ്. സാധുവായ അയ്യൻ എന്നങ്ങ് പഠിച്ചു വെക്കുക. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയാണ്. സാധുവായ അയ്യൻ എന്നങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. നായർ സർവീസ് സൊസൈറ്റി എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. NSS നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ. ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാര ഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ്? കുമാര ഗുരുദേവൻ. സുഹൃത്തുക്കളെ, ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അതൊരു ദേവനല്ലേ പറ്റത്തുള്ളൂ. ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അത് ആരായിരിക്കണം ആ സഭ രൂപീകരിക്കേണ്ടത്? ഒരു ദേവനായിരിക്കണം രൂപീകരിക്കേണ്ടത്. അത്രേ ഉള്ളൂ. പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക. പ്രത്യക്ഷ രക്ഷ ദൈവസഭ രൂപീകരിച്ചത് കുമാര ഗുരുദേവനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചത് ആരാണ്? കുമാര ഗുരുദേവനാണ്. മറക്കരുത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചത് ആരാണ്? കുമാര ഗുരുദേവനാണ്. അപ്പോ ഒരു ദൈവങ്ങൾക്ക് വേണ്ടി ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അതൊരു ദേവനായിരിക്കണം. പഠിച്ചു വെച്ചേക്കാ സുഹൃത്തുക്കൾ, ഒരിക്കലും മറന്നു പോവരുത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചതാരെന്ന് ചോദിച്ചാൽ കുമാരഗുരു ദേവനാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം നമ്മൾ PSC പഠിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന പോയിന്റ്. ശ്രീനാരായണ ഗുരു അതിൽ തന്നെ ഉണ്ടല്ലേ. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. അതിൽ തന്നെ ഉണ്ട്. നമുക്ക് 1 മാർക്കോ അതിൽ കൂടുതലോ കിട്ടാൻ സാധ്യതയുള്ള മേഖലയിലുള്ള ചോദ്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക. അപ്പൊ ഒന്നുകൂടി പറയുവാണ്, ഡൗട്ടുള്ള സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. യോഗക്ഷേമ സഭ രൂപീകരിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? വിളക്കിലെ തിരിയിട്ട് കത്തിക്കും. അപ്പൊ ഭട്ടതിരിപ്പാട്. സമത്വ സമാജം രൂപീകരിച്ചത് വൈകുണ്ഠ സ്വാമികള്. ആനന്ദ മഹാസഭ രൂപീകരിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. രണ്ടിടത്തും ആനന്ദമുണ്ട് കേട്ടോ. ബ്രഹ്മാനന്ദ ശിവയോഗി. ആത്മവിദ്യാസംഘം രൂപീകരിച്ചത് വാഗ്ഭടാനന്ദൻ. ആത്മാവിൽ നിന്നാണ് വാക്കുണ്ടാകുന്നത്. ആത്മവിദ്യാസംഘം രൂപീകരിച്ചത് വാഗ്ഭടാനന്ദൻ. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. അരയില് കറുപ്പാണ് എന്ന് പഠിച്ചു വെക്കുക. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. സാധുവായ അയ്യൻ എന്ന് പഠിച്ചു വെക്കുക. സാധുവായ അയ്യൻ എന്ന് പഠിക്കുക. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. നായർ സർവീസ് സൊസൈറ്റി NSSന്റെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാര ഗുരുദേവൻ. ദൈവങ്ങൾക്ക് വേണ്ടി ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അതൊരു ദേവനെ പറ്റുള്ളൂ. അപ്പോ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചത് കുമാരഗുരു ദേവനാണ്. പിന്നെ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം ആരാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ശ്രീനാരായണ ഗുരുവാണ്. ആ ചോദ്യത്തിൽ തന്നെ ഉത്തരം അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും ഭാഗം സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. ഇനി നമുക്ക് 12 പ്രധാനപ്പെട്ട പഞ്ചവത്സര പദ്ധതികളും ജസ്റ്റ് ഒന്ന് പറയാം സുഹൃത്തുക്കളെ. ശ്രദ്ധിക്കുക. 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 അവസാനിച്ചത് 1956 കാർഷിക മേഖലയുടെ സമഗ്രമായ വികസനമായിരുന്നു 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചതെന്ന 1951 അവസാനിച്ചത് 1956 1ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു. 2ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1956 അവസാനിച്ചത് 1961 2ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താ സുഹൃത്തുക്കളെ? വ്യാവസായിക വികസനമായിരുന്നു. പഠിച്ചോളണേ. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1956 മുതൽ 1961 വരെയായിരുന്നു. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താ? വ്യാവസായിക വികസനമായിരുന്നു. 3ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1961 മുതൽ 1966 വരെ
വരെയായിരുന്നു. എന്തായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം? ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1961 ആരംഭിച്ച് 1966 അവസാനിച്ചു. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താ സുഹൃത്തുക്കളെ? ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയുമായിരുന്നു. നാലാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1969 മുതൽ 1974 വരെയായിരുന്നു. എന്തായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം? സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വയാശ്രയത്വവുമായിരുന്നു. പഠിച്ചോളനെ, നാലാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1969 അവസാനിച്ചത് 1974 ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താ? സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വയാശ്രയത്വവുമാണ്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1974 അവസാനിച്ചത് 1979 അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താ സുഹൃത്തുക്കളെ? ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1974 അവസാനിച്ചത് 1979. അഞ്ചാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം എന്തായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. ആറാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1980 അവസാനിച്ചത് 1985 എന്തായിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലായിരുന്നു. ആറാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1980 അവസാനിച്ചത് 1985 ആറാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താ സുഹൃത്തുക്കളെ? കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലായിരുന്നു. ഏഴാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1985 അവസാനിച്ചത് 1990 ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ ആധുനികവൽക്കരണവും തൊഴിലവസരങ്ങളുടെ വർധനവുമായിരുന്നു. പഠിച്ചോളനെ, ഏഴാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1985 ഇത് അവസാനിച്ചത് 1990 ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ആധുനികവൽക്കരണവും അതുപോലെ തന്നെ തൊഴിലവസരങ്ങളുടെ വർധനവുമായിരുന്നു. പഠിക്കുക. എട്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1992 അവസാനിച്ചത് 1997 എട്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം എന്താ സുഹൃത്തുക്കളെ? മാനവശേഷി വികസനമാണ്. പഠിച്ചോളനെ, എട്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1992 അവസാനിച്ചത് 1997 മാനവശേഷി വികസനമായിരുന്നു എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1997 അവസാനിച്ചത് 2002 ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താ സുഹൃത്തുക്കളെ? ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃതാസൂത്രണവുമായിരുന്നു. പഠിച്ചോളനെ, ഒൻപതാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1997 അവസാനിച്ചത് 2002 എന്തായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്? ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃതാസൂത്രണവുമായിരുന്നു. പത്താം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 2002 അവസാനിച്ചത് 2007 പത്താം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. പത്താം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 2002 അവസാനിച്ചത് 2007 എന്തായിരുന്നു പത്താം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം എന്ന് പറയുന്നത്? മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. 11ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 2007 അവസാനിച്ചത് 2012 എന്തായിരുന്നു 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമായിരുന്നു. 11ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 2007 അവസാനിച്ചത് 2012 എന്തായിരുന്നു 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമായിരുന്നു. 12ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 2012 അവസാനിച്ചത് 2017 എന്തായിരുന്നു പ്രധാന ലക്ഷ്യം? സുസ്ഥിര വികസനമായിരുന്നു. 12ാം പഞ്ചവത്സര പദ്ധതി 2012 ആരംഭിച്ച് 2017 അവസാനിച്ചു. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ? സുസ്ഥിര വികസനമായിരുന്നു. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് നദികളും അപരനാമങ്ങളിലും അതിൽ പ്രധാനപ്പെട്ട ഗംഗയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപരനാമങ്ങൾ അല്ലെങ്കിൽ ഗംഗയുടെ പേര് ചേർത്ത് വരുന്ന അപരനാമങ്ങളാണ് കേട്ടോ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതാണ് PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് ആദ്യം നമ്മൾ പഠിച്ചു ചേർക്കുന്നത്. നദികളും അപരനാമങ്ങളും പാർട്ട് 1 ആണിത്, ശ്രദ്ധിക്കുക. നദികളും അപരനാമങ്ങളും. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. തെലുങ്ക് ഗംഗ കൃഷ്ണ,
അർദ്ധഗംഗ കൃഷ്ണ, പാതാളഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണയാണ്. തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ, അർദ്ധഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ, പാതാളഗംഗ എന്നറിയപ്പെടുന്നതും കൃഷ്ണയാണ്. ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഒരു ഈസി ട്രിക്ക് പറഞ്ഞുതരാം സുഹൃത്തുക്കളെ. ഓർക്കുക, കൃഷ്ണൻ അറുത്ത തേപ്പ എന്നങ്ങ് പഠിക്കുക. കൃഷ്ണൻ അറുത്ത തേപ്പ എന്നങ്ങ് പഠിക്കുക. ഇതിൽ കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണ നദി, അറുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അർദ്ധഗംഗയെ സൂചിപ്പിക്കുന്നു. അർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർദ്ധഗംഗയെ സൂചിപ്പിക്കുന്നു. തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെലുങ്ക് ഗംഗയെ സൂചിപ്പിക്കുന്നു. പാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാതാള ഗംഗയെ സൂചിപ്പിക്കുന്നു. അപ്പോ തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ നദിയാണ്, അർദ്ധഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ നദിയാണ്, പാതാള ഗംഗ എന്നറിയപ്പെടുന്ന നദി കൃഷ്ണ നദിയാണ്. ഇത് പഠിക്കാനുള്ള കോഡ് എന്താ സുഹൃത്തുക്കളെ? കൃഷ്ണൻ അറുത്ത തേപ്പ എന്നങ്ങ് പഠിക്കുക. കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണ നദിയെ സൂചിപ്പിക്കുന്നു. അറുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർദ്ധഗംഗയെ സൂചിപ്പിക്കുന്നു. തേപ്പയിലെ തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്ക് ഗംഗയെ സൂചിപ്പിക്കുന്നു. പാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതാള ഗംഗയെ സൂചിപ്പിക്കുന്നു. പഠിക്കുക. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരിയാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കാവേരി നദിയാണ്. മാൽവ ഗംഗ എന്നറിയപ്പെടുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ബേത്വേ ആണ്. ഇത് സുഹൃത്തുക്കൾ അധികം കേട്ടിരിക്കാൻ സാധ്യതയില്ല, അതുകൊണ്ട് പഠിച്ചു വെക്കുക. മാൽവ ഗംഗ എന്നറിയപ്പെടുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ബേത്വേ ആണ്. അതൊഴിച്ച് ഈ പറഞ്ഞിരിക്കുന്ന ബാക്കി 5 പ്രധാനപ്പെട്ട പോയിന്റ്സും PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതുകൊണ്ട് നന്നായിട്ട് സുഹൃത്തുക്കൾ പഠിക്കാൻ ശ്രമിക്കുക. ഒന്നുകൂടി പറയാം. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി, തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ, അർദ്ധഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ, പാതാള ഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണയാണ്. പഠിക്കാനുള്ള കോഡ് എന്താണ്? കൃഷ്ണൻ അറുത്ത തേപ്പ എന്നങ്ങ് പഠിക്കുക. കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണ നദിയെ സൂചിപ്പിക്കുന്നു. അർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർദ്ധഗംഗയെ സൂചിപ്പിക്കുന്നു. തേ എന്ന് പറയുന്നത് തെലുങ്ക് ഗംഗയെ സൂചിപ്പിക്കുന്നു. പാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതാള ഗംഗയെ സൂചിപ്പിക്കുന്നു. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എക്സാം ഹോളിൽ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്കൊരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി, മാൽവ ഗംഗ എന്നറിയപ്പെടുന്നത് ബേത്വേ ആണ്. പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട PSCയുടെ സ്ഥിരം പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ദിനങ്ങളും അവയുടെ പ്രത്യേകതയുമാണ്. ലോക വനദിനം മാർച്ച് 21 തീയതി. ലോക വനദിനം എന്ന സുഹൃത്തുക്കളെ മാർച്ച് 21 തീയതി. ലോക ജലദിനം മാർച്ച് 22 തീയതി. ലോക ജലദിനം മാർച്ച് 22 തീയതി. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23 തീയതി. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23 തീയതി. ലോക ക്ഷയദിനം ചോദിച്ചു കഴിഞ്ഞാൽ അത് മാർച്ച് 24 തീയതി. ഈ 4 ഡേറ്റുകളും PSCയുടെ ഇഷ്ടപ്പെട്ട ഭാഗമാണ്. ക്വസ്റ്റ്യൻസ് ഈസി ആകുന്നതിനനുസരിച്ച് ഈ ഭാഗത്തു നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോക വനദിനം എന്നറിയപ്പെടുന്നത് മാർച്ച് 21, ലോക ജലദിനം എന്ന് പറയുന്നത് മാർച്ച് 22, ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23, ലോക ക്ഷയരോഗ ദിനം ചോദിച്ചു കഴിഞ്ഞാൽ അത് മാർച്ച് 24. ഇനി നമ്മുടെ കോഡ് പറയാം. എല്ലാവർക്കും അറിയാവുന്ന കോഡാണ്, വർഷങ്ങളായുള്ള കോഡാണ്, ഒരു ഈസി കോഡാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. വനജയുടെ കാലിൽ ക്ഷയം എന്നങ്ങ് പഠിക്കുക. വനജയുടെ കാലിലെ ക്ഷയം എന്നങ്ങ് പഠിക്കുക. വന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനദിനം, ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലദിനം, അതുപോലെ കാലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥാ ദിനം, ക്ഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക ക്ഷയ ദിനം. ഡേറ്റ് പഠിക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. മാർച്ച് 21, 22, 23, 24 അങ്ങ് താഴേക്ക് എഴുതുക. വന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനദിനം, ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലദിനം, അതുപോലെ കാലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥാ ദിനം, ക്ഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക ക്ഷയദിനം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കോഡ്. എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന കോഡാണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അറിയാത്ത സുഹൃത്തുക്കൾ ഇത് വ്യക്തമായിട്ട് പഠിക്കുക. PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള മാർച്ചിലെ പ്രധാനപ്പെട്ട 4 ദിവസങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. വ്യക്തമായിട്ട് പഠിക്കുക. ഇനി നമ്മൾ കൃഷ്ണ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം കൃഷ്ണ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. തുംഗഭദ്ര, ഘടപ്രഭ, നാഗാർജുന സാഗർ, മാലപ്രഭ, ഭീമ, ഭദ്ര. ഇതിൽ മാലപ്രഭയും അതുപോലെ ഭീമയും തുംഗഭദ്രയും നന്നായിട്ട് പഠിക്കുക. ഇത് 3ഉം PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നന്നായിട്ട് സുഹൃത്തുക്കൾ ഈ 3 പ്രധാനമായിട്ടും എടുത്തു തന്നെ പഠിക്കുക. കൃഷ്ണ നദിയുടെ പ്രധാന പോഷക നദികൾ ആരൊക്കെയാണ്? തുംഗഭദ്ര, ഘടപ്രഭ, നാഗാർജുന സാഗർ, മാലപ്രഭ, ഭീമ, ഭദ്ര. ഇതിൽ ഭീമയും മാലപ്രഭയും തുംഗഭദ്രയും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. പഠിക്കുക. കൃഷ്ണ നദി സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളാണ് കൊയ്ന, തുംഗഭദ്ര, ശ്രീശൈലം, നാഗാർജുന സാഗർ. നമ്മൾ ചേർത്ത് നാഗാർജുന സാഗർ, ശ്രീശൈലം എന്ന് പറയും. പക്ഷെ 2 പ്രധാനപ്പെട്ട ഡാമുകളായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ശ്രീശൈലം, നാഗാർജുന സാഗർ, അൽമാട്ടി, അതുപോലെ നര്യൻപൂർ, അതുപോലെ ഭദ്ര. ഇതിൽ അൽമാട്ടിയും അതുപോലെ കൊയ്നയും ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാഗാർജുന സാഗറും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഇത് 3 സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. കൃഷ്ണ നദി സ്ഥിതി ചെയ്യുന്ന പ്രധാന ജലവൈദ്യുത പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ കൊയ്ന, തുംഗഭദ്ര,
നാഗാർജുന സാഗർ ശ്രീശൈലം, അങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു പോവുക. അൽമാട്ടി ഡാം, അതുപോലെ നദിയൻപൂർ, ഭദ്ര. ഇതിനകത്ത് അൽമാട്ടിയും നാഗാർജുന സാഗർ ശ്രീശൈലവും അതുപോലെ കൊയ്നയും PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അവ പഠിച്ചു തീർത്തതിനു ശേഷം മാത്രമേ മറ്റു പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ പഠിക്കാവൂ. പാതാളഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണയാണ്. അർദ്ധഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണയാണ്. ഇത് അവസാനം കൊടുത്തത് PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് ചോദിച്ചാൽ കൃഷ്ണയുമായി ബന്ധപ്പെട്ട് ഈ 2 പോയിന്റ് ആണ്. പാതാളഗംഗ എന്നറിയപ്പെടുന്ന കൃഷ്ണയാണ്, അർദ്ധഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണയാണ്. പഠിക്കുക. സാർക്ക് രൂപീകൃതമായ വർഷം ഏതാണ്? ഇപ്പോൾ ട്രെൻഡിങ് കിടക്കുന്ന ചോദ്യമാണ്. സാർക്ക് രൂപീകൃതമായ വർഷം ചോദിച്ചാൽ 1985 ഡിസംബർ മാസം 8-ാം തീയതി. സാർക്ക് രൂപീകൃതമായ വർഷം ചോദിച്ചാൽ 1985 ഡിസംബർ മാസം 8-ാം തീയതി. സാർക്കിന്റെ പൂർണ്ണരൂപം ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ ആണ്. മറക്കരുത്. സാർക്കിന്റെ പൂർണ്ണരൂപം ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം. സാർക്കിന്റെ ആസ്ഥാനം കാഠ്മണ്ഡു, നേപ്പാള്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. കാഠ്മണ്ഡു, നേപ്പാളിലാണ് സാർക്കിന്റെ ആസ്ഥാനം. സാർക്കിന്റെ ആസ്ഥാനം എവിടെയാ സുഹൃത്തുക്കളെ? കാഠ്മണ്ഡു, നേപ്പാളാണ്. സാർക്കിലെ അംഗരാജ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ 8 എണ്ണമാണ്. സാർക്കിലെ അംഗസംഖ്യ അല്ലെങ്കിൽ അംഗരാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? അത് 8 എണ്ണമാണ്. സാർക്ക് രൂപീകരിക്കുവാൻ തീരുമാനിച്ച ഉച്ചകോടിയാണ് ധാക്ക ഉച്ചകോടി. വർഷം 1985. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. സാർക്ക് രൂപീകരിക്കുന്നതിന് തീരുമാനിച്ച ഉച്ചകോടി ചോദിച്ചു കഴിഞ്ഞാൽ അത് ധാക്ക ഉച്ചകോടി. വർഷം 1985. സാർക്കിന്റെ രൂപീകരണത്തിന് മുൻകൈയെടുത്ത രാജ്യം ഇന്ത്യയാണ്. സാർക്കിന്റെ രൂപീകരണത്തിന് മുൻകൈയെടുത്ത രാജ്യം ഏതാ സുഹൃത്തുക്കളെ? ഇന്ത്യയാണ്. സാർക്കിന്റെ രൂപീകരണത്തിന് മുൻകൈയെടുത്ത രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. സാർക്കിൻ ഏറ്റവും വലിയ അംഗരാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. സാർക്കിലെ ഏറ്റവും വലിയ അംഗരാജ്യം ഏതാണ്? ഇന്ത്യയാണ്. സാർക്കിലെ ഏറ്റവും ചെറിയ അംഗരാജ്യം ചോദിച്ചാൽ അത് മാലിദ്വീപാണ്. പഠിക്കുക. സാർക്കിലെ ഏറ്റവും വലിയ അംഗരാജ്യം ഇന്ത്യയും സാർക്കിലെ ഏറ്റവും ചെറിയ അംഗരാജ്യം ചോദിച്ചാൽ അത് മാലിദ്വീപുമാണ്. ഏറ്റവും അവസാനമായി സാർക്കിൽ അംഗമായ രാജ്യം അഫ്ഗാനിസ്ഥാൻ. ഏറ്റവും അവസാനമായി സാർക്കിലെ അംഗമായ രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. വർഷം 2007. വർഷം കൂടെ പഠിച്ചോളേ. വർഷം 2007. ഒന്നുകൂടി പറയാം. സാർക്ക് രൂപീകൃതമായ വർഷം 1985 ഡിസംബർ മാസം 8-ാം തീയതി. സാർക്കിന്റെ പൂർണ്ണരൂപം എന്തെന്ന് ചോദിച്ചാൽ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ ആണ്. അതുപോലെ തന്നെ സാർക്കിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കാഠ്മണ്ഡു, നേപ്പാളാണ്. സാർക്കിലെ അംഗസംഖ്യ എത്രയെന്ന് ചോദിച്ചാൽ 8, അല്ലെങ്കിൽ സാർക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 8 ആണ്. സാർക്കിന്റെ രൂപീകരിക്കുവാൻ തീരുമാനിച്ച ഉച്ചകോടി ചോദിച്ചു കഴിഞ്ഞാൽ ധാക്ക ഉച്ചകോടി. വർഷം 1985 ആണ്. സാർക്ക് രൂപീകരണത്തിന് മുൻകൈയെടുത്ത രാജ്യം ഇന്ത്യയാണ്. സാർക്കിലെ ഏറ്റവും വലിയ അംഗരാജ്യം ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയാണ്. സാർക്കിലെ ഏറ്റവും ചെറിയ അംഗരാജ്യം ചോദിച്ചാൽ നമ്മുടെ മാലിദ്വീപാണ്. ഏറ്റവും അവസാനമായി സാർക്കിൽ അംഗമായ രാജ്യം ചോദിച്ചാൽ അത് അഫ്ഗാനിസ്ഥാൻ. വർഷം 2007. സാർക്കിലെ അംഗരാജ്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. PSCയുടെ സ്ഥിരം ചോദ്യമായിരുന്നു. ഇനി അത് ചോദിക്കാൻ സാധ്യതയുള്ള ഇത്തരം ചോദ്യങ്ങൾ. സാർക്കിന്റെ അംഗരാജ്യങ്ങൾ ചോദിച്ചാൽ സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, മാലിദ്വീപ്, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ശ്രീലങ്ക. ഏതൊക്കെ രാജ്യങ്ങളാണ് സുഹൃത്തുക്കളെ? ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, മാലിദ്വീപ്, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ശ്രീലങ്ക. ഇങ്ങനെ 8 രാജ്യങ്ങളാണ് സാർക്കിന്റെ ഭാഗമായിട്ടുള്ളതെന്ന് ഓർക്കുക. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട. നമ്മുടെ കയ്യിൽ ഒരു കോഡുണ്ട്. MBBS കാരന് പെയിൻ എന്നങ്ങ് പഠിക്കുക. MBBS കാരന് പെയിൻ എന്നങ്ങ് പഠിക്കുക. മറക്കരുത്. MBBS കാരന് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് സാർക്ക് അംഗരാജ്യങ്ങളുടെ എണ്ണമാണ്. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിദ്വീപ്, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശ്, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭൂട്ടാൻ, അതുപോലെ S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്ക, പെയിന്റെ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ, I എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇന്ത്യ, N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാള്. ഒന്നുകൂടി പറയുവാണേ. MBBS കാരന് പെയിൻ എന്ന് പഠിക്കുക, അല്ലെങ്കിൽ സാർക്കിലെ MBBS കാരന് പെയിൻ എന്ന് ചേർത്തങ്ങ് പഠിച്ചാലും മതി, ഒരു കുഴപ്പവുമില്ല. എന്തായിരുന്നാലും MBBS കാരന് പെയിൻ എന്ന് പഠിക്കുക. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിദ്വീപ്, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശ്, എഗൈൻ B എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭൂട്ടാനാണ്, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്ക, P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ, N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേപ്പാളാണ്. പഠിച്ചു വെക്കുക. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.